യോഹന്നാൻ 11:41. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ലാസറിൻ്റെ കല്ലറയുടെ മുൻപിൽ ചെന്നു നിന്ന് യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാണ് ഇത്. കർത്താവ് ലാസർ മരിച്ചതിന് ശേഷമാണ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലെത്തിയത്. മറിയ കരയുന്നതും കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു കർത്താവ് മനം നൊന്തിട്ട് കണ്ണുനീർ വാർത്തു എന്ന് നാം വായിക്കുന്നു. അത്രമാത്രം താൻ സ്നേഹിച്ചതും സഹകരിച്ചതുമായ ഒരു കുടുംബമായിരുന്നു അത്. യേശു ലാസറിനെ ഉയർപ്പിക്കുവാനായി കല്ലറയിലെത്തി. ഇവിടെ യേശു മുകളിലേക്ക് നോക്കി പറയുന്നത്, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ നന്ദി എന്നാണ്. നാം ഈ സംഭവത്തോട് ബന്ധപ്പെട്ട് യേശു പ്രാർത്ഥിക്കുന്നതായി കാണുന്നില്ല. യേശു പറയുന്നത്, പിതാവേ, അങ്ങ് എൻ്റെ അപേക്ഷ കേട്ടതിനാൽ എന്നാണ്. അപ്പോൾ യേശു അതിനു മുൻപ് എപ്പോഴോ പ്രാർത്ഥിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. 1 ശമൂവേൽ 16:7 മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് നാം വായിക്കുന്നു. 1 ദിനവൃത്താന്തം 28:9 യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളുമെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ ഹൃദയത്തിലെ നിരൂപണവും ഹൃദയത്തിൽ നിന്ന് ഉയർന്ന വേദനയോടു കൂടിയുള്ള പ്രാർത്ഥനയുമൊക്കെ പിതാവായ ദൈവം കേട്ട് ഉടനടി മറുപടി നൽകി. ലാസറെ പുറത്തു വരിക എന്ന് തൻ്റെ പ്രിയപുത്രൻ വിളിച്ചു പറഞ്ഞപ്പോൾ പിതാവ് അതിനെ സ്ഥാപിതമാക്കി. ലാസർ പുറത്തു വന്നു ജീവനോടെ. ശവശരീരം വേണമായിരുന്നുവെങ്കിൽ അപ്പാടെ പുറത്തോട്ട് വരാമായിരുന്നു. കാരണം ദൈവശബ്ദത്തിന് ഏത് രീതിയിലും പ്രവർത്തിക്കുവാൻ സാധിക്കും. എന്നാൽ തൻ്റെ ഉള്ളിൽ താൻ നിശ്ചയിച്ചിരുന്നതുപോലെ ജീവനോടെ ലാസർ പുറത്തു വന്നു. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ ഇല്ലാതെ പോകുന്ന അവസരങ്ങളുണ്ട്. ഹൃദയം നുറുങ്ങിയ അവസ്ഥ, വേദനയാൽ നിറഞ്ഞ അവസ്ഥ, പലതരത്തിലുള്ള സങ്കടങ്ങളാൽ നാം തളർന്നിരിക്കുമ്പോൾ, കണ്ണുനീർ മാത്രവുമായി തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അറിയുന്നില്ല. എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ എത്തിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി ദൈവം അയക്കുന്നു. ഹൃദയത്തിൽ നിന്ന് രഹസ്യമായി കർത്താവിനോട് മാത്രം പറഞ്ഞ് കാത്തിരിക്കുന്ന വിഷയത്തിന് ദൈവം പരസ്യമായി മറുപടി നൽകും. പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമുക്ക് ആയിരിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളുടെ ഹൃദയത്തെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.